വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ പഠിക്കുന്ന ക്ലാസ് 6 മാത്സിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ ലൈൻസ് ആൻഡ് ആംഗിൾസിൻ്റെ പാർട്ട് 4 ആണ്. നമ്മൾ 3 പാർട്ടുകൾ ഓൾറെഡി ഇതിൻ്റെ ചെയ്തിട്ടുണ്ട്. ഇതൊരു ലെങ്തി ചാപ്റ്ററാണ്. എന്താ പറയുന്നത്, ബേസിക് ജോമെട്രി ഉള്ളതാണ്. അതുകൊണ്ട് ലെസൺ നന്നായി മനസ്സിലാക്കി പഠിക്കുക. അപ്പം എല്ലാ ദിവസവും പറയുന്ന പോലെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കും. അപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമുക്ക് ലെസണിലേക്ക് പോവാം. ആദ്യം നമ്മൾ പഠിക്കുന്നത് ട്രയാങ്കിൾ എങ്ങനെ മെഷർ ചെയ്യാം എന്നുള്ളതാണ്. അതായത് ട്രയാങ്കിളിനകത്തെ ആംഗിൾസ് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നതെന്ന്. നമുക്ക് ഈ ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് നമ്മൾ അടക്കുവാണ്. ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ. അതിന് നമുക്ക് 3 ആംഗിളാണ് ഉള്ളത്. ആംഗിൾ ബി എ സി, അതായത് ബി എ സി വെർട്ടെക്സ് എ ആയിട്ട് വരുന്നു. ആംഗിൾ എ സി ബി സി വെർട്ടെക്സ് ആയിട്ട് വരുന്നു. ആംഗിൾ എ ബി സി ബി വെർട്ടെക്സ് ആയിട്ട് വരുന്നു. നമുക്ക് ഓരോ നോക്കാം. ആദ്യം ഇത് തന്നെ നോക്കാം. എ വെർട്ടെക്സ് ആയത് നോക്കാം. നമ്മൾ എ വെർട്ടെക്സ് ആയത് നോക്കുന്നുണ്ടേ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ പ്രൊട്രാക്ടറിന്റെ സെന്റർ നമ്മൾ ആ വെർട്ടെക്സിനോട് ചേർത്ത് വെക്കുക. അതിനുശേഷം നമ്മൾ അതിൻ്റെ അടുത്ത ആംഗിളിൻ്റെ അടുത്ത ആമുണ്ടല്ലോ, അത് എവിടോട്ടാണെന്ന് നോക്കുക. ഇത് നമ്മൾ ഞാൻ ഇച്ചിരി വൈഡായിട്ടുള്ള പെന്നാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ വളരെ ഷാർപ്പായിട്ടുള്ള പെൻസിൽ വേണം യൂസ് ചെയ്യാൻ. അപ്പം എന്താ, ഇവിടെ നമുക്ക് ആംഗിൾ നോക്കണം. ഇത് 90യെക്കാട്ടി ചെറുതാണ്. അപ്പം മുകളിലത്തെ വാല്യൂ ഒരു കാരണവശാലും എടുക്കരുത്, താഴത്തെ വാല്യൂ എടുക്കുക. എത്രയാണ് കിട്ടുന്നത്? നമുക്ക് 46 ആണ് വരുന്നത്. 46 ആണ് നമുക്ക് ഇവിടെ ഈ ആംഗിൾ വരുന്നത്. എത്രയാണ് വന്നത്? ബി എ സി എന്ന് പറയുന്നത് ആംഗിൾ 46 ഡിഗ്രിയാണ് വന്നിരിക്കുന്നത്. അടുത്ത ആംഗിൾ എ സി ബി എന്ന് പറഞ്ഞാൽ, അപ്പോൾ വെർട്ടെക്സ് ഏതാണ്? സി. നമ്മൾ സിയിലേക്ക് ഈ ഇതിന്റെ നടുക്കലത്തെ പോയിന്റ്, അതായത് പ്രൊട്രാക്ടറിന്റെ നടുക്കലത്തെ പോയിന്റ് വെക്കുകയാണേ. അത് നമ്മൾ ആ സ്ട്രെയിറ്റ് ലൈൻ കീപ്പ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ നോക്കുക, ഇതും 90 ഡിഗ്രിയെക്കാട്ടിൽ താഴെയുള്ള ഒരു ആംഗിളാണ്. നമുക്ക് കാണുമ്പോൾ അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞു, അത് അളക്കുമ്പോൾ അത് ശ്രദ്ധിച്ച് വേണം അളക്കാൻ. അപ്പൊ നോക്കിയാൽ നമുക്ക് എത്ര കിട്ടിയേക്കുന്നതെന്ന് 56 ആണ് കിട്ടിയേക്കുന്നത്. അപ്പൊ നമുക്ക് 56 ഡിഗ്രിയാണ് ഈ ആംഗിൾ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ആംഗിൾ എ ബി സി യോട് അളക്കണം. അതായത് ബി വെർട്ടെക്സ് ആവുന്ന ആംഗിൾ. അപ്പൊ അത് നമ്മൾ ചെയ്യുന്നുണ്ടേ. ബി വെർട്ടെക്സ് ആവുന്നത് അതുപോലെ തന്നെ വെർട്ടെക്സിലേക്ക് നമ്മൾ അത് ചേർത്ത് വയ്ക്കുക. ലൈൻ ലെവൽ ചെയ്യുക. അതിന് ശേഷം എന്ത് ചെയ്യുകയാണ്? നമുക്ക് അടുത്ത ഈ ആമാണ് ഞാൻ ലൈനിലേക്ക് ചേർത്ത് വെച്ചിരിക്കുന്നത്. ഞാൻ ഈ ആം എത്ര ആണെന്നാണ് നോക്കുന്നത്. നോക്കി എത്ര ആണെന്ന് നമുക്ക് കിട്ടും. 70 80 ഉണ്ടോ? ഇല്ല, 78 ഡിഗ്രിയാണ് കിട്ടുന്നത്. ഇതും 90യെക്കാട്ടി താഴെയാണ്. നിങ്ങൾ അത് നോക്കി വേണം ചെയ്യാൻ കേട്ടോ, അല്ലെങ്കിൽ ആംഗിൾ തെറ്റിപ്പോവും. 78 ഡിഗ്രിയാണ് കിട്ടുന്നത്. അടുത്തത് നോക്കി, നമ്മളിപ്പം ട്രയാങ്കിളിൻ്റെ മെഷർമെൻ്റ് ആണ് പറഞ്ഞത്. ഇനി അടുത്തത്, മേക്ക് എ പേപ്പർ ക്രാഫ്റ്റ് ആസ് പെർ ഇൻ ദ ഗിവൺ ഇൻസ്ട്രക്ഷൻ, ദെൻ അൺഫോൾഡ് ആൻഡ് ഓപ്പൺ ദ പേപ്പർ ഫുള്ളി, ഡ്രോ ലൈൻസ് ഓൺ ദ ക്രീസസ് മെയ്ഡ് ആൻഡ് മെഷർ ദ ആംഗിൾസ് ഫോംഡ്. അതായത് നമ്മൾ ഒരു പേപ്പർ എടുക്കുന്നു, ഒരു സ്ക്വയർ ഷേപ്പ് പേപ്പറാണ്. അതിനെ നമ്മൾ ഇങ്ങനെ ഇവർ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗത്തുകൂടി, അതായത് ഇതുവഴി മടക്കുക ഇങ്ങോട്ട്. ദെൻ അപ്പോൾ അതെങ്ങനെയായി? ഒരു ട്രയാങ്കിൾ ഷേപ്പാണ്. ഈ ട്രയാങ്കിൾ ഷേപ്പ് ഉള്ളതിൻ്റെ ഈ ഭാഗം കണ്ടോ, ഈ ഭാഗം മടക്കി മുകളിലോട്ടാക്കുക. അതിനുശേഷം ഈ ഓരോ ഭാഗങ്ങളായിട്ട് ഇവർ ഈ പറഞ്ഞിരിക്കുന്ന പോലെ മടക്കിയിട്ട് നിങ്ങൾ എന്തോ ചെയ്യണമെന്നറിയാമോ? ഈ പേപ്പറിൽ മടക്കിയിട്ട് ഓരോ ഈ മടക്ക് വരുന്ന ഭാഗമുണ്ടല്ലോ, ആ ഓരോ ഭാഗവും നിങ്ങൾ ഓരോ എന്താ പറയുന്നത് ആംഗിൾസ് ഫോം ചെയ്തിരിക്കുന്നത് വരച്ചെടുക്കുക. Next question, measure all the 3 angles of a triangle shown figure 2.21 and write the measures down near the respective angles. Now add up the 3 angles. What should you get? Do the same for the triangle B and C. Try it for other triangles as well, and then make conjecture for what happened in general. We will come back why this happens in later year. നോക്കി, ഇവിടെ നമുക്ക് 3 ട്രയാങ്കിൾസ് കൊടുത്തിട്ടുണ്ട്. ഈ 3 ട്രയാങ്കിൾസിൻ്റെ ഓരോ ആംഗിൾസിൻ്റെ അളവ് കണ്ടുപിടിക്കുക. അതായത് ഈ ആംഗിൾ കണ്ടുപിടിക്കുക. ദെൻ നമുക്ക് ഈ ആംഗിൾ, ദെൻ ഈ മുകളിലത്തെ സി എന്ന് പറയുന്നത് നമ്മൾ ട്രയാങ്കിളിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കാൻ ഇപ്പോൾ പഠിച്ചതേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് ഈ 3 ആംഗിൾ ഓരോ ട്രയാങ്കിളിൻ്റെയും നിങ്ങൾ കണ്ടുപിടിക്കുക. ഇനിയും
നമുക്ക് ഓരോന്നും നോക്കാം. ആദ്യത്തെ ആംഗിൾ ഇത് ഞാൻ അളന്ന് വെച്ചിരിക്കുന്നത് നിങ്ങൾ കാണിച്ചിരിക്കുക. ആദ്യത്തെ ട്രയാങ്കിൾ, അതായത് ആദ്യത്തെ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ട്രയാങ്കിൾ ABC എന്ന് പറയുന്ന ട്രയാങ്കിളാണ്. അതിനെ നോക്കിയാൽ 45, 65, 70 ഇത്രയുമാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് മൂന്നും കൊണ്ട് നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. 70 + 45 + 65 എത്ര ആൻസർ കിട്ടുന്നത്? 5 + 5 10, ഇവിടെ 0 ആണ്. ദെൻ 180 കണ്ടോ. അപ്പം ഈ ട്രയാങ്കിളിലെ മൊത്തം മെഷർമെൻറ്റ്, ആംഗിൾ മെഷർമെൻറ്റ് അകത്തെയാണ് പറയുന്നത് കേട്ടോ. അകത്തെ ആംഗിൾ മെഷർമെൻറ്റ് ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 180 ആണ് കിട്ടുന്നത്. അടുത്ത ട്രയാങ്കിൾ നമുക്ക് നോക്കാം. അത് നമുക്ക് മെഷർമെൻറ്റ് കിട്ടുന്നത് 54, 62, 64 ആണ്. അത് നമ്മൾ മെഷർമെൻറ്റ് ഓരോന്ന് നോക്കുക. 54 + 62 + ദെൻ 64 ഉണ്ടോ. എഗെയിൻ നമുക്ക് എത്ര കിട്ടുന്നത്? 180 ഡിഗ്രിയാണ് കിട്ടുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിളിൻ്റെ അകത്തെ ആംഗിൾസ് ആഡപ്പ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടണം? 180 ഡിഗ്രിയാണ് കിട്ടേണ്ടത്. അത് ട്രയാങ്കിളിൻ്റെ ഷേപ്പ് ഏതാണെങ്കിലും ആംഗിൾസ് സം ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. വാട്ട് ആർ ദ ആംഗിൾസ്? വേർ ആർ ദ ആംഗിൾസ്? ആംഗിൾസിൻ്റെ ക്ലോക്ക്. ഇനി ഒരു ക്ലോക്കിനകത്തെ ആംഗിൾസിനെ കുറിച്ചാണ് പറയുന്നത്. The hands of the clock make different angles in different times. At 1 o'clock, the angle between the hands is 30 degree. Why? നോക്കിയേ, ഇവിടെ നമുക്കൊരു ക്ലോക്ക് തന്നിട്ടുണ്ട്. ഈ ക്ലോക്കിൽ 1 o'clock ആണ് നമുക്ക് ഷോ ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ക്ലോക്കിൻ്റെ കാര്യം പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ 1 o'clock കാണിച്ചിരിക്കുന്ന ക്ലോക്കിൻ്റെ ഹാൻഡ്സ് മേക്ക് ചെയ്ത ആംഗിൾ, ഹാൻഡ്സ് മേക്ക് എന്ന് പറഞ്ഞാൽ ഈ മണിക്കൂർ സൂചി, സെക്കൻഡ് സൂചി മേക്ക് ചെയ്യുന്ന ഈ ആംഗിളിനെ കുറിച്ചാണ് പറയുന്നത്. ഹാൻഡ്സ് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണെന്ന് പറഞ്ഞു? 30 ആണെന്ന് പറഞ്ഞു. 30 ഡിഗ്രി ആണെന്ന് പറയുന്നു. ഇതെങ്ങനെയാണ് വന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ഇവിടെ 5 മിനിറ്റ്സ് വെച്ചിട്ട് നമുക്ക് ഓരോ വലിയ എന്താ പറയുന്നത് ഡിവിഷൻസ് കാണാം. അപ്പോൾ അതെത്ര ഉണ്ടെന്ന് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 മൊത്തം എത്ര ഉണ്ട്? 12. അപ്പോൾ അതായത് ഇതൊരു സർക്കിളാണ് ബേസിക്കലി അല്ലേ. ഈ സർക്കിളിനെ 12 ഭാഗങ്ങളായിട്ട് മാറ്റിയിരിക്കുന്നു. സർക്കിളിൻ്റെ മൊത്തം അളവ് എത്രയാണ്? 360 ഡിഗ്രി, 360 ഡിഗ്രി. ഇതിനെ നമുക്ക് 12 കൊണ്ട് ഭാഗിച്ചാൽ എത്രയാണോ കിട്ടുന്നത്? 12 കൊണ്ട് ഭാഗിച്ചാൽ എത്ര കിട്ടുന്നത്? യെസ്, 30 ഡിഗ്രി. ആ 30 ഡിഗ്രിയാണ് ഓരോ 5 മിനിറ്റിലും ഇത് മേക്ക് ചെയ്യുന്നത്. മനസ്സിലായോ? അതായത് 12 മണി മുതൽ 12 എന്ന് എഴുതിയിരിക്കുന്ന മുതൽ 1 വരെ നമുക്കിപ്പം 1 o'clock കാണിച്ചിരിക്കുന്നത് ഇത്രയും അല്ലേ. അതിന് 30 ഡിഗ്രിയാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ 2 o'clock എത്ര വരും? ഈ 30 × 2, 30യുടെ രണ്ട് 30, അതായത് ഇതൊരു 30, ഇത് വേറൊരു 30 അല്ലേ. അപ്പം അതെത്ര കിട്ടും? 60 ഡിഗ്രിയാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ 3 വരുമ്പോഴോ, അതായത് ഇങ്ങനെയാണ് വരുന്നതെങ്കിലോ, അതായത് 12 3ലേക്കാണെങ്കിൽ വരുന്നെങ്കിൽ ഇങ്ങനെ വരുമ്പോഴോ, യെസ്, 30 × 3 എത്ര വരുന്നത്? 90 ഡിഗ്രി. അത് കാണുമ്പോഴേ നമുക്കറിയാം റൈറ്റ് ആംഗിളാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോന്നും അത് കണ്ടുപിടിക്കാൻ പറ്റും. വാട്ട് വിൽ ബി ദ ആംഗിൾ അറ്റ് 2 o'clock, 4 o'clock, 6 o'clock എല്ലാം കണ്ടുപിടിക്കാം. എക്സ്പ്ലോർ അതർ ആംഗിൾസ് മെയ്ഡ് ബൈ ദ ഹാൻഡ്സ് ഓഫ് ദ ക്ലോക്ക്. ഓരോന്നും നിങ്ങൾക്ക് ഓരോ സമയത്തും ഈ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ 3 മണിയാകുമ്പോഴേ 4 മണിയാകുമ്പോഴേ അത് ഓരോന്നിനും കൂട്ടിയിട്ട് 30 × ഇപ്പോൾ 6 മണിയാകുന്ന നോക്കി. 6 മണി എന്ന് പറയുമ്പോൾ 1, 2, 3, 4, 5, 6 × 6 അല്ലേ. അപ്പോൾ എത്ര കിട്ടി? 180 ഡിഗ്രി. ശരിയല്ലേ? ഇതൊരു സ്ട്രൈറ്റ് ആംഗിളാണ് 6 മണി എന്ന് പറയുമ്പോൾ. അപ്പോൾ നിങ്ങൾക്കത് ഓരോന്നും അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. ദ ആംഗിൾ ഓഫ് എ ഡോർ. ഇനി ഒരു ഡോറ് നമ്മൾ തുറന്നു വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് അതിൻ്റെ ആംഗിൾ എങ്ങനെയാണെന്നാണ്. ഈസ് ഇറ്റ് പോസിബിൾ ടു എക്സ്പ്രസ് ദ എമൗണ്ട് ബൈ വിച്ച് എ ഡോർ ഈസ് ഓപ്പൺ യൂസിങ് എൻ ആംഗിൾ? വാട്ട് വിൽ ബി ദ വേർട്ടെക്സ് ഓഫ് ദ ആംഗിൾ ആൻഡ് വാട്ട് വിൽ ബി ദ ആംസ് ഓഫ് ആൻ ആംഗിൾ? നമ്മൾ ഇതാണ് ഡോറ് തുറന്നു വെച്ചിരിക്കണേ, അല്ലാതെ ഈ ഭാഗം ചിന്തിക്കരുത്. ഇത് ഡോറ് തുറന്നു വെച്ചിരിക്കുന്ന ഭാഗം. നമുക്ക് ഒരു അക്യൂട്ട് ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓൾറെഡി ഞാൻ ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഒരു പേര് കൊടുക്കാം. അതിന് വെർട്ടെക്സ് ABC എന്ന് പറഞ്ഞാൽ B ആണ് വെർട്ടെക്സ്. ഇനി നമുക്കത് ഇതൊരു അക്യൂട്ട് ആംഗിളാണ്. നമുക്ക് കണ്ടാലറിയാം ഇതൊരു അക്യൂട്ട് ആംഗിൾ, 90യെക്കാട്ടിൽ കുറവുള്ളൊരു ആംഗിളാണ്. അത് നമുക്ക് റൈറ്റ് ആംഗിൾ ഉണ്ടാക്കാൻ പറ്റും.
കണ്ടോ, ഈ ഡോറ് ഇങ്ങനെ നേരെയാണ് വെച്ചിരിക്കുന്നതെങ്കിൽ അതൊരു റൈറ്റ് ആംഗിൾ ആക്കാൻ പറ്റും. ഇനി ഇത് ഇങ്ങോട്ട് അല്പം കൂടെ അടയുന്ന രീതിയിലാണെങ്കിൽ അതൊരു ഒബ്റ്റൂസ് ആംഗിളായിട്ട് മാറും. വിദ്യ ഈസ് എൻജോയിങ് ഹെർ ടൈം ഓൺ ദ സ്വിങ്. ഷീ നോട്ടീസസ് ദാറ്റ് ദ ഗ്രേറ്റർ ദ ആംഗിൾ വിച്ച് ഷീ സ്റ്റാർട്ട് ദ സ്വിങ്ങിങ്, ദ ഗ്രേറ്റർ ഈസ് ദ സ്പീഡ് ഷീ അച്ചീവ്സ് ഓൺ ഹെർ സ്വിങ്. ബട്ട് വെയർ ഈസ് ദ ആംഗിൾ? ആർ യു ഏബിൾ ടു സീ ദ ആംഗിൾ? നോക്കി, ഇവിടെ നമുക്ക് ഇതൊരു ആംഗിളായിട്ട് പരിഗണിക്കാം അല്ലേ. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഈ കുട്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയം എന്താണ്, അപ്പോൾ ഇവിടെ 2 ആംഗിൾ നമുക്ക് കിട്ടും കണ്ടോ. ഇങ്ങനെ ഒരു ആംഗിളും കിട്ടും, ഈ ഒരു ആംഗിളും കിട്ടും. മനസ്സിലായോ? അതായത് ഇതിൽ നമ്മൾ ഇവരെന്താ പറഞ്ഞിരിക്കുന്നത്, വിച്ച് ഷീ സ്റ്റാർട്ട് ദ സ്വിങ്ങിങ്, ദ ഗ്രേറ്റർ ഇസ് ദ സ്പീഡ് ഷീ അച്ചീവ്സ് ഓൺ ഹെർ സ്വിങ്, ബട്ട് വെയർ ഈസ് ദ ആംഗിൾ? ആർ യു ഏബിൾ ടു സീ? ഇനി നമ്മൾ ഈ ഒരു ആംഗിളാണ് എടുക്കുന്നതെങ്കിൽ, സപ്പോസ് ദീസ് ആംഗിളാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഈ ആംഗിൾ വലുതായിരിക്കും, പക്ഷേ ഇത് മുന്നോട്ട് പോകുന്തോറും ആംഗിളിൻ്റെ വലിപ്പം കുറഞ്ഞു വരും. മനസ്സിലായോ? ഇനി തിരിച്ച് നമ്മൾ ഇതാണ് എടുക്കുന്നതെങ്കിൽ സ്റ്റാർട്ടിങ്ങിലാണ് ഇതിന് ചെറിയ ആംഗിൾ ഉണ്ടാക്കാൻ പറ്റുന്നത്. ഈ സ്വിങ് ഇങ്ങോട്ട് പോകുന്തോറും ഇതിൻ്റെ ആംഗിൾ കൂടിക്കൂടി വരും. ആംഗിൾ മനസ്സിലായല്ലോ? Here is a toy with slanting slabs attached to its sides. The greater the angular slopes of the slab, the faster the ball rolls. Can you angles be used in describe the slopes of the slab? What are the arm of each angle? Which arm is visible and which is not? നോക്കിയാൽ ഇവിടെ ഒരു ടോയ് ആണ്. ഇതിൽ ചെറിയ സ്ലാൻഡിങ് ആയിട്ട് ചരിച്ച് ഇതുപോലെ ചെറിയ പല കഷ്ണങ്ങൾ അഴിച്ചിട്ട് ഈ ബോൾ ഇതിലൂടെ ഉരുണ്ട് ഇതിലേക്ക് ഇങ്ങനെ പോകുന്ന ഒരു ടോയ് ആണ്. ഇതിനകത്തിൽ ഓരോന്നും ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെന്ന് നോക്കാം. നോക്കി, ഇവിടെ ഒരു ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ ആമാണിത്. അതിൻ്റെ മറ്റേ ആമെന്ന് പറയുന്നത് മുകളിലോട്ടാണ്, പക്ഷെ നമുക്ക് കാണത്തില്ല. അപ്പോൾ എന്താണ്, ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും, പക്ഷെ മുകളിലോട്ടുള്ളത് കാണാൻ പറ്റത്തില്ല. ഇവിടെയും നോക്കി, ഇവിടെ ഒരു ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു ആം നമുക്ക് കാണാം, പക്ഷെ മുകളിലോട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റത്തില്ലെന്നല്ല, നമ്മൾ ഇമാജിൻ ചെയ്യാനേ പറ്റൂ. അതിവിടെ കൊടുത്തിട്ടില്ല, പലകയായിട്ടൊന്നും അല്ലെങ്കിൽ ഇങ്ങനെ ചെറിയ സ്ട്രൈപ്പായി ഒന്നും കൊടുത്തിട്ടില്ല. ഇവിടെ അതുപോലെ ഇത് നമുക്ക് കാണാൻ പറ്റും, പക്ഷെ മുകളിലേക്കുള്ളത് നമ്മളത് വരച്ച് മനസ്സിൽ കാണുകയുള്ളൂ, അല്ലാതെ പറ്റത്തില്ല. അങ്ങനെ നമുക്ക് വിസിബിളായിട്ടുള്ള ആംസും അല്ലാത്തതുണ്ട്. ഒബ്സർവ് ദ ഇമേജസ് ബിലോ where there is an insect and its rotated version. Can your angle be used to describe the amount of rotation? ഇനി നോക്കി, ഇവിടെ 2 ഇൻസെക്ട്സിൻ്റെ പടം, അതായത് സ്നെയിലാണ് ഒന്ന് നമ്മുടെ ലേഡി ബഗുമാണ്. നോക്കിയേ, ഇതിൻ്റെ ഈ ആംഗിളാണ്. നോക്കിയേ, ഇതിങ്ങോട്ട് ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്, കണ്ടോ. അതേസമയം അടുത്തതെന്ന് പറയുന്നത് നോക്കിയാൽ ഇതിൻ്റെ റൊട്ടേഷൻ എങ്ങനെയാണെന്ന്, ഇങ്ങനെയാണ്. അപ്പോൾ ഇതെന്താണ്, ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണ് അതിൻ്റെ മൂവ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ഒരു 90 ഡിഗ്രി ആംഗിളാണ് അവിടെ മേക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യം മറക്കണ്ട. ഇനി നമ്മൾ എങ്ങനെ ഒരു ആംഗിൾ വരയ്ക്കും എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നോക്കാം. നമ്മളെങ്ങനെ ഒരു ആംഗിൾ വരയ്ക്കുന്നത് എന്നാണ്. ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ നിങ്ങൾ ഒരു സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കുക എന്നുള്ളത്. ഇതിന് ഞാനൊരു പേര് കൊടുക്കുകയാണേ, OC എന്ന് പറയുന്ന ഒരു പേര് കൊടുക്കുന്നു. ഇനി എനിക്ക് ഇപ്പോൾ ഞാനൊരു അക്യൂട്ട് ആംഗിൾ ആണ് വരയ്ക്കുന്നത്, 40 ഡിഗ്രിയിലുള്ള ഒരു അക്യൂട്ട് ആംഗിൾ ആണ് വരയ്ക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ O എന്ന് പറയുന്നത് വെർട്ടെക്സ് ആണ്, അതിലേക്ക് ഈ പ്രൊട്രാക്ടർ കൊണ്ട് ചേർത്ത് വെക്കുന്നു. സെൻറ്റർ ലൈൻ, ഈ ഏറ്റവും താഴത്തെ 0 ലൈൻ അതിലേക്ക് ചേർത്ത് വെക്കുന്നു. പിന്നെ എനിക്ക് 40 ഡിഗ്രിയാണ്. 40 എന്ന് പറയുമ്പോൾ 90 താഴെയാണ്. അപ്പോൾ 0, 10, 20, 30, 40 ഇതാണ്. ഈ ആംഗിളാണ് നമ്മൾ 40 ഡിഗ്രി എന്ന് പറയുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യണം, ജോയിൻ ചെയ്യണം. അത് നിങ്ങൾ വളരെ ഷാർപ്പായിട്ടുള്ളൊരു പെൻസിൽ യൂസ് ചെയ്ത് വേണം ജോയിൻ ചെയ്യാൻ. ഞാൻ ഇച്ചിരി വൈഡായിട്ടൊക്കെയാണ് എടുക്കുന്നത്, കാര്യം അത് വീഡിയോയിൽ വരാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിനുശേഷം നിങ്ങൾ തീർച്ചയായിട്ടും അതിനൊരു നെയിം കൊടുക്കണം. ഇനി അതുപോലെ നമുക്ക് ഒരു ഒബ്റ്റ്യൂസ് ആംഗിൾ വരയ്ക്കാം. അതായത് 120 ഡിഗ്രി ഉള്ള ഒരു ഒബ്റ്റ്യൂസ് ആംഗിൾ ഞാനിപ്പോൾ വരയ്ക്കുകയാണേ. അതിന് ഞാൻ ഇതുപോലെ സെയിം ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. ഞാൻ ഇതിന് XY എന്ന് പറയുന്ന പേര് കൊടുത്തു. ഇതുപോലെ തന്നെ സെൻറ്റർ ഈ X ആണ് വെർട്ടെക്സ് ആയിട്ട് വരേണ്ടത്. അപ്പം ഞാൻ Xലേക്ക് വെച്ച് ഇത് ലൈൻ കറക്റ്റ് ചെയ്തു.
ദെൻ 120 ആണ് വന്നത്. 120 എന്ന് പറയുന്നത് 90യെക്കാട്ടിൽ കൂടുതലാണ് അല്ലേ? അപ്പം 100, 10, 20. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഇത് ചേർത്തോട്ട് ഒരു സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കുക കേട്ടോ. ഞാൻ വേഗത്തിന് വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് ഇതിന് നമ്മൾ പേര് കൊടുക്കണം. ഞാൻ അതിന് ഇസഡ് എന്ന് പറയും. അപ്പൊ നമുക്ക് ആംഗിൾ ZXY എന്ന് പറയുന്നത് കിട്ടും. തീർച്ചയായിട്ടും നിങ്ങൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ ആംഗിൾ ഇങ്ങനെ ഒരു ഇത് കൊടുത്തിട്ട് ആർക്ക് പോലെ കൊടുത്തിട്ട് 120 ഡിഗ്രി എന്ന് എഴുതുക വേണം. അതുപോലെ നമ്മൾ ആദ്യം ചെയ്ത അക്യൂട്ട് ആംഗിൾ അല്ലേ, അതും അതുപോലെ തന്നെ നമ്മൾ 40 ഡിഗ്രി ഇത് എഴുതുക വേണം. മനസ്സിലായല്ലോ ഇപ്പൊ എങ്ങനെയാണ് ഒരു ആംഗിൾ വരയ്ക്കുന്നതെന്ന്? നമ്മൾ ഒരു ആംഗിൾ വരയ്ക്കുന്നത് എന്നാണ് ആദ്യം നമ്മൾ ഈ പറഞ്ഞത് തന്നെ ഇവിടെ പറഞ്ഞേക്കുക, ഡ്രോയിങ് ആൻ ആംഗിൾ എന്നുള്ളത്. അതായത് വിദ്യ വാണ്ട്സ് ടു ഡ്രോ എ 30 ഡിഗ്രി ആംഗിൾ ആൻഡ് നെയിം ഇറ്റ് ആംഗിൾ TAN യൂസിങ് എ പ്രൊട്രാക്ടർ. വിദ്യ TIN എന്ന് പറയുന്ന ആംഗിൾ TIN എന്ന് പറയുന്ന 30 ഡിഗ്രി അളവിലുള്ള ഒരു ആംഗിൾ വരയ്ക്കുന്നു യൂസിങ് പ്രൊട്രാക്ടർ. In angle TIN, I will be the vertex. IT and IN will be the arm of the angle, keeping one arm. Say IN is a reference or base. The other arm IT should be take a turn of 30 degree. അതായത് നമ്മളെപ്പോഴും ഒരു ഇതുപോലെ വീഡിയോയ്ക്ക് പറഞ്ഞിരിക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ റേ ആണ് വരയ്ക്കുന്നത്. നമ്മൾ ആംഗിളിൽ എപ്പോഴും റേ ആണ്. പക്ഷേ നിങ്ങൾ ഓർക്കുക, അത് സ്ട്രെയിറ്റ് ആയിരിക്കണം. ലൈൻ ആ റേ സ്ട്രെയിറ്റ് ആയിരിക്കണം. ഇവിടെ നമ്മൾ ഏതാണോ പ്രൊട്രാക്ടർ ചേർത്ത് വെക്കാൻ ഉദ്ദേശിക്കുന്ന, അതായത് വെർട്ടക്സിൻ്റെ ആദ്യം നമ്മൾ വരയ്ക്കുന്ന ആം, അത് ബേസ് അല്ലെ റെഫറൻസ് ലൈൻ അല്ലെ റെഫറൻസ് എന്നാണ് പറയുക, റെഫറൻസ് ആം എന്നാണ് പറയുന്നത് അല്ലേ, റെഫറൻസ് അല്ലെ ബേസ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ബേസ് വെച്ചിട്ട് ആ പ്രൊട്രാക്ടർ വെച്ചിരിക്കുന്നത് കണ്ടോ, പ്രൊട്രാക്ടർ എങ്ങനെയാണ് വെച്ചിരിക്കുന്നതെന്ന് ഇത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പ്രൊട്രാക്ടറിൻ്റെ ഈ നടുഭാഗമാണ് ആ വെർട്ടെക്സായിട്ട് വരുന്ന ഐക്ക് ചേർന്ന് നിൽക്കേണ്ടത്. അത് ഞാൻ പല പ്രാവശ്യം വീഡിയോ പറഞ്ഞിട്ടുണ്ട്. നൗ സ്റ്റാർട്ടിങ് ഫ്രം O, കൗണ്ട് യുവർ ഡിഗ്രി 0, 10, 30 അപ് ടു 30. കണ്ടോ, ഇങ്ങനെ 30യിലേക്ക് എടുക്കുക. അതായത് മെഷർമെൻറ്റ് കറക്റ്റായിട്ട്, എന്നിട്ട് അവിടെ ഒരു ഡോട്ട് ഇടുക. ആഫ്റ്റർ ദാറ്റ് എന്താ ചെയ്യുന്നത്? യൂസിങ് എ റൂളർ ജോയിൻ ദ പോയിൻറ്റ് I and T. അതായത് ആംഗിൾ TIN 30 ഡിഗ്രി ഈസ് റിക്വയർഡ് ആംഗിൾ. അപ്പം നമുക്ക് ഇങ്ങനെ കണ്ടോ, ഇത് റൂളർ വെച്ച് വരയ്ക്കുമ്പോൾ ഇവിടെ ഒരു ആംഗിൾ മേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. Let us play a game. This is an angle guessing game. Play this game with your classmates and making 2 teams. Team 1 and 2. Here are the instructions and rules. Team 1. Secretly choose an angle. Measure, for example, 49 degree and make an angle with that and measure using protractor without Team 2 being able to see. Team 2 now gets to look at the angles. They have to quickly discuss and guess the number of degrees in the angle without using a protractor. അതായത് നമ്മളൊരു പ്രൊട്രാക്ടർ വെച്ചിട്ട് ഒരു ആംഗിൾ ചെയ്യുന്നു. പക്ഷേ ടീം 1 ടീം 2 അത് മെഷർ ചെയ്യാതെ തന്നെ എത്രയെന്ന് ഗസ് ചെയ്ത് പറയുക, അതാണ് ചെയ്യുന്നത്. ഇനി ടീം 1 now demonstrate the true measurement. Then score the number of points that are absolutely difference in the degree between their guess and the correct measure. For example, if team 2 guesses 39 degree, then they score 10 points. അതായത് 49 ഡിഗ്രി ടു 39 പറയാം, ഗസ് ചെയ്യുമല്ലേ. അതായത് ഇപ്പം 39 ഡിഗ്രി ആണെങ്കിൽ 39 to 49 പറയുവാണെങ്കിൽ 10 പോയിൻറ്റ്സ് എന്ന് പറയുക. ഗസ് ചെയ്യുമല്ലേ, അത് എക്സാക്ട്ലി പറയുകയല്ലല്ലോ. അപ്പോൾ ഏകദേശം അവർ പറയുന്നുണ്ടല്ലോ, അവർക്ക് പോയിന്റ് കൊടുക്കുക. ലെറ്റ്സ് പ്ലേ ഗെയിം 2. We now change the rules of the game a bit. Play this game with your classmates by again 2 teams, Team 1 and Team 2. Here are instructions and rules. Team 1 announces to all the angle measure. ആദ്യം ടീം 1 എന്ത് ചെയ്യുന്നു? ആംഗിൾ മെഷർമെൻറ്റ് ഞാൻ കറക്റ്റായിട്ട് പറയുന്നു. എ പ്ലെയർ ഫ്രം ടീം 2 മസ്റ്റ് ഡ്രോ ദ ആംഗിൾ ഓൺ ദ ബോർഡ് വിത്തൗട്ട് യൂസിങ് പ്രൊട്രാക്ടർ. അതർ മെമ്പേഴ്സ് ഓഫ് ടീം 2 ക്യാൻ ഹെൽപ്പ് ദ പ്ലെയർ. അതായത് 34 ഡിഗ്രി എന്ന് പറയുന്നു. അപ്പം മറ്റേ ടീമിൽ ഒരു കുട്ടി വന്നത് ബോർഡിൽ പ്രൊട്രാക്ടർ ഇല്ലാതെ വെറുതെ ഗസ് ചെയ്ത് 34 ഡിഗ്രി വരയ്ക്കുന്നു. എ പ്ലെയർ ഫ്രം ടീം 1 മെഷേഴ്സ് ദ ആംഗിൾ വിത്ത് പ്രൊട്രാക്ടർ ഫോർ ഓൾ ടു സി.
എന്നിട്ട് എന്ത് ചെയ്യാൻ ടീം 1 ആൾ വന്ന് അത് അളന്ന് നോക്കുന്നു. ടീം 2 സ്കോർസ് എ നമ്പർ ഓഫ് പോയിൻറ്റ്സ് ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി ഡിഫറൻസ് ഡിഗ്രി ബിറ്റ്വീൻ ടീം 2's ആംഗിൾ സൈസ് ആൻഡ് the intended angle size. For example, player angle team 2 is measured to be 25. Then team 2 scores 9. അതായത് 34 എന്നാണ് പറയുന്നത്. 34 ആണ് യഥാർത്ഥത്തിലുള്ളത്. പക്ഷേ 25 എന്ന് പറഞ്ഞിരിക്കുന്നതിന് 9 പോയിൻറ്റ്സ് കൊടുക്കുക. അതായത് അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് പോയിൻറ്റ്സ് ആയിട്ട് നോക്കുന്നത്. ഈച്ച് ടീം ഗെറ്റ്സ് 5 ടേൺസ്. ദ വിന്നർ ഈസ് അഗെയിൻ ദ ടീം വിത്ത് ദ ലോവസ്റ്റ് സ്കോർ. ഇവിടെ ഏറ്റവും കുറവ് ലോവസ്റ്റ് സ്കോർ, അതായത് ഡിഫറൻസ് ഏറ്റവും കുറച്ച് പറയുന്ന ആൾക്കാർക്കായിരിക്കും, അതായത് പോയിൻറ്റ്സ് ഏറ്റവും കുറവ് വരുന്നവർക്കായിരിക്കും സ്കോറിങ് കൂടുന്നതെന്ന് ഓർക്കുക. അപ്പോൾ ആദ്യത്തേത് ചെയ്യുന്നത് സ്കോർ കൂടുതലുള്ള ആൾക്കാർക്ക് വിന്നറ്, ഇവിടെ സ്കോർ കുറഞ്ഞ ആൾ വിന്നറ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ അടുത്ത ഫിഗർ ഇറ്റ് ഔട്ട് മുതൽ നമുക്ക് അടുത്ത പാർട്ട് ചെയ്യാം. ഇപ്പോൾ തന്നെ ഇച്ചിരി വീഡിയോ ഇച്ചിരി ലെങ്ത് ആയിപ്പോയി. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.